സ്പർശിക്കാൻ ആഗ്രഹിക്കാത്ത, ആരും അടുപ്പിക്കാത്ത ആ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു എന്നാണ് വേദവസ്തം പറയുന്നത്. ആ മനസ്സലിഞ്ഞു എന്ന് പറയുന്ന ആ വാക്ക് ഞാൻ വിശദീകരിച്ച് ഇംഗ്ലീഷിലൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. ആ മനസ്സലിവ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ മനുഷ്യന് പെയിൻ, വേദന അനുഭവിക്കാനുള്ള കഴിവില്ല ആ കുഷ്ഠരോഗി. കാരണം കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കില്ല. പക്ഷേ ആ ഭാഗങ്ങൾ, ശരീരത്തിലെ ചില ഭാഗങ്ങൾ മരിച്ച് അതിൽ ദ്രവത്വം വരും. മാനവരാശി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആ വീഴ്ചയ്ക്ക് ശേഷം മരണത്തിനും ദ്രവത്വത്തിനും അധീനപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുന്ന ആ കുഷ്ഠരോഗി. ഈ പാപത്തിൻ്റെ പെയിൻ വരെ അവൻ്റെ ശരീരത്തിന് അനുഭവിക്കാനോ അതിൻ്റെ ഒരു പ്രതിവിധി അന്വേഷിക്കാനോ അവനെ സജ്ജനാക്കാനോ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ പാപം മൂലമാണ് ഈ ലോകത്തിന് ദൈവത്തിൻ്റെ ശാപം കിട്ടിയത്, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ശാപം കിട്ടിയത്. ആ ശാപം എന്ന് പറയുന്നത് മരണവും ദ്രവത്വവുമാണ് എന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ആ മരണം, ആ ദ്രവത്വം നമ്മളൊക്കെ പിന്നീട് അനുഭവിക്കുമ്പോൾ ഈ കുഷ്ഠരോഗി ഇപ്പോഴേ അനുഭവിക്കുകയാണ്. എന്നാൽ ഈ പാപത്തിൽ വീണ ശേഷമാണ് മനുഷ്യർക്കെല്ലാം രോഗങ്ങൾ വരാൻ തുടങ്ങുന്നത് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വേദന. ഈ വേദന കുറയ്ക്കുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് നയിക്കുന്നു. അതാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പ്രയാസമുണ്ട്, നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്, നമുക്കൊരു രക്ഷ ആവശ്യമുണ്ട്, നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അടയാളം ആ വേദന ആ മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞിട്ട്, ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഒരു കുഷ്ഠരോഗികളെ ചികിത്സിച്ച ഒരു ഡോക്ടർ എഴുതിയിട്ടുണ്ട്. വെല്ലോറിലെ ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിനകത്ത് വേദന എന്ന് പറയുന്നത് എത്ര വലിയ ഗിഫ്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വേദന അനുഭവിക്കുന്നത് നമുക്ക് തോന്നുന്നത് എന്താണ്? വേദന എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ കുഷ്ഠരോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഡോക്ടർ ചികിത്സിച്ച കുഷ്ഠരോഗികളെ സംബന്ധിച്ച് വേദന ഒരു അനുഗ്രഹമാണ്. വേദന ഇല്ലാതാവുക എന്നതാണ് അവരുടെ രോഗത്തിൻ്റെ പ്രശ്നം. ആ രോഗാണു വന്ന് നെർവ് സെൽസിനെ നശിപ്പിച്ച ശേഷം പിന്നെ അവിടെ വേദനിക്കില്ല. വേദനിക്കാത്തത് കൊണ്ട് എവിടെയെങ്കിലും പരിക്ക് പറ്റിയാൽ അറിയില്ല, ആ പരിക്ക് പിന്നെ ദ്രവിക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള എന്താ പറയുക, സകല കാര്യങ്ങളും ദ്രവത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം തന്നെ ദ്രവത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ആ പ്രപഞ്ചം വേദനിക്കുന്നു, ഞെരുങ്ങുന്നു എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. അതേപോലെയാണ് ഓരോ വിശ്വാസിയുടെ അകത്ത് അവൻ്റെ ആത്മാവ് ഞെരുങ്ങുന്നു. ആ വിശ്വാസി ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ഞെരുങ്ങുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഉച്ചരിച്ചു കൂടാനാകാത്ത ഞെരുക്കങ്ങളിൽ ദൈവത്തോട് സംവാദം ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ മരണം, ദ്രവത്വം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻജസ്റ്റിസസ്, ആ ഇൻജസ്റ്റിസിനെതിരെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ഈ ഇൻജസ്റ്റിസിനെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന് ശാശ്വതമായ പരിഹാരം വരുത്തിയിരിക്കുന്നത്. ആ ശാശ്വതമായ പരിഹാരം വരുത്തിയ കർത്താവ് ഈ കുഷ്ഠരോഗിയെ കാണുമ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. കർത്താവ് എങ്ങനെയാണ് ആ കുഷ്ഠരോഗിയെ കാണുന്നത്, അതേപോലെയാണ് കർത്താവ് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും കാണുന്നത്.
പാപം മൂലം, ശാപം മൂലം മരണത്തിനും ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിട്ട് എന്താണ് പ്രശ്നമെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുന്ന അവൻ്റെ സൃഷ്ടി. അതിനോട് കർത്താവിന് തോന്നിയ കാര്യമാണ് മനസ്സലിവ്. ആ മനസ്സലിവ് എന്ന് പറഞ്ഞാൽ വയറിൽ നിന്ന് എന്തോ ഒന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഇളകി എന്തോ വരുന്നത് മാതിരിയുള്ള ഒരു തോന്നലാണ്. സ്പ്ലാങ്നിസ്റ്റോമായി എന്നാണ് അതിനെ കുറിച്ച് ഗ്രീക്കിൽ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തോ വയറിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അകത്തു നിന്ന് വരുന്ന ഒരു ഇമോഷൻ, ഒരു ഫീലിംഗ്. അപ്പോൾ ദൈവം, സൃഷ്ടാവായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം സകലം ഉപേക്ഷിച്ചു. അവൻ ആരാണ്? അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുക ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് രാജാവാണ്. എല്ലാം ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഒരു കാർപ്പൻ്ററായിട്ടാണ് ജീവിക്കുന്നത്. സാധാരണ മനുഷ്യൻ, വളരെ സാധാരണ. രാമന് എന്തായാലും ഒരു രാജാവല്ലേ, ഇത് രാജാവ് പോലും അല്ല. എന്നിട്ട് അവനേക്കാളും ഏറ്റവും താഴ ലെവലിൽ എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ ഇടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരോഹിതനാണ് ഏറ്റവും ദൈവവുമായിട്ട് അടുപ്പത്തിൽ നിൽക്കുന്ന വ്യക്തിയായിട്ട് അവർ കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ദൈവാലയത്തെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ദൈവാലയത്തിൻ്റെ ഏറ്റവും നടുക്കുള്ള സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ യോഗ്യതയുള്ളത് മഹാപുരോഹിതന് മാത്രം, ആണ്ടിലൊരിക്കൽ. അപ്പോൾ വിശുദ്ധിയുടെ ഒരു ലാഡർ, ഒരു ഏണി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നത് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, അല്ലെങ്കിൽ മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ കഴിഞ്ഞിട്ട് പിന്നെ പുരോഹിതന്മാർ, അത് കഴിഞ്ഞിട്ട് യഹൂദ പുരുഷന്മാർ, പിന്നെ യഹൂദ സ്ത്രീകൾ, പിന്നെ യഹൂദന്മാരുടെ കുട്ടികൾ. അത് കഴിഞ്ഞ് ആലയത്തിൻ്റെ പുറത്തൊരു സ്ഥലമുണ്ട് അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞിട്ടാണ് ഈ ശാരീരികമായിട്ടുള്ള അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലം. അന്ധന്മാർ, ബധിരന്മാർ, അവർക്കുള്ള സ്ഥലം. ഇതും കഴിഞ്ഞിട്ടാണ് കുഷ്ഠരോഗികൾ. അപ്പോൾ ഏറ്റവും ആലയത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് ദൂരെ നിൽക്കുന്ന, മാറി നിൽക്കുന്ന, വിശുദ്ധിയുടെ ആ ലാഡറിൽ ഏറ്റവും താഴെ നിൽക്കുന്ന കൂട്ടമാണ് കുഷ്ഠരോഗികൾ. ആ കുഷ്ഠരോഗി പാപത്തിൻ്റെ ആഴത്തെയും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും ദ്രവത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും ദൈവത്തിൻ്റെ ശാപത്തെയും ഓരോ യഹൂദൻ്റെ മുമ്പിലും വരച്ച് കാണിക്കുകയാണ്. ആ ശാപം പാപം മൂലം വന്നു. ആ ശാപം എന്തായിരുന്നു? മരണാനന്തര ദ്രവത്വം. കണ്ടില്ലേ, ഇവൻ്റെ അകത്ത് മരണമുണ്ട്, ദ്രവത്വമുണ്ട്. അവൻ്റെ ശരീരം ഇപ്പോഴേ ദ്രവിച്ചുകൊണ്ടിരിക്കുക, മരിച്ചിട്ടില്ല അതിന് മുമ്പേ. അതൊരു വിഷ്വൽ മാതിരിയാണ് അവർക്ക്. ദൈവത്തിൻ്റെ ശാപം മൂലം വരുന്ന മരണത്തിൻ്റെ എഫക്റ്റാണ്. മരണത്തിന് ശേഷം വരുന്നതാണ് ദ്രവത്വം. അത് അവരുടെ മുമ്പിൽ അത് കാണുകയാണ് അവർ. മരണവുമായി ബന്ധമുള്ള സകല കാര്യങ്ങളും ആലയത്തിൽ നിന്ന് അവരകറ്റി നിർത്തും. അപ്പോൾ മരണവുമായി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ആലയത്തിൽ നിന്ന് ഏറ്റവും ദൂരെ നിൽക്കുന്ന ഈ കുഷ്ഠരോഗികൾ. ആ കുഷ്ഠരോഗിയാണ് കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഏറ്റവും വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിച്ച ശേഷം ആദ്യം ചെന്ന് കാണുന്നതും ആ വ്യക്തിയെ കർത്താവ് അവഗണിക്കുകയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാതെ അവൻ്റെ വേദന മനസ്സിലാക്കി. അവന് വേദനിക്കാൻ കഴിയുന്നില്ല, ആ വേദന അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ വേദന മനസ്സിലാക്കി. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഒരു രീതി പറഞ്ഞാൽ കർത്താവ് ആ വ്യക്തിയിൽ കാണുകയാണ്. പ്രപഞ്ചം തന്നെ ചോദിക്കുകയാണ് കർത്താവിനോട്, നീ എന്നെ ഒന്ന് സ്പർശിക്കുമോ?
എൻ്റെ ഈ ദ്രവത്വത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ? അപ്പം അവൻ ചോദിക്കുകയാണ്, കർത്താവേ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ചോദിക്കുകയാണ് ദൈവത്തോട്, ഞാൻ ഈ ദ്രവത്വത്തിൻ്റെ അവസ്ഥയിലാണ്, സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്തു നിന്ന് വരുന്ന ഇമോഷനാണ് മനസ്സലിവ്. ആ മനസ്സലിവിനെ വേറെ ഒരു ട്രാൻസ്ലേഷനിൽ മർക്കോസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ട്രാൻസ്ലേഷൻ അല്ല, ഇത് വേറെ ഒരു ഒറിജിനൽ കോപ്പിയാണ്. അതിനകത്ത് അവിടെ വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കെന്ന് പറഞ്ഞാൽ കർത്താവിന് ദേഷ്യം വന്നു എന്നാണ്. അപ്പോൾ കർത്താവ് എന്തിനാണ് അങ്ങനെയുള്ളൊരു ബലഹീനനായ ഒരു മനുഷ്യനോട് കോപിക്കുന്നത്? കർത്താവ് അവനോടല്ല കോപിക്കുന്നത്. അവൻ്റെ ആ ചോദ്യത്തോട് കർത്താവിൻ്റെ റെസ്പോൺസ് അതാണ്. എന്ന് വെച്ചാൽ എത്രയധികം എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിന്നെ സ്പർശിക്കാനും നിന്നെ സൗഖ്യമാക്കാനും ആഗ്രഹിക്കുന്നു, നീ ഒന്ന് അനുവദിച്ചാൽ മതി എന്ന് ആ വ്യക്തിയോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തോട് തന്നെയും, നിങ്ങളോടും എന്നോടും കൂടെ കർത്താവ് സംസാരിക്കുക. അപ്പോൾ കർത്താവ് ആ വ്യക്തിക്കകത്തുള്ള മരണത്തെയും ദ്രവത്വത്തെയും, എന്ന് വെച്ചാൽ മരണവും ദ്രവത്വവും ഒന്നുമില്ലാത്ത പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന ആ കർത്താവ് ദാസരൂപമെടുത്തു, തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? നമുക്ക് വേണ്ടി, നമ്മളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ ആ ശാപം നീങ്ങിപ്പോകാൻ വേണ്ടി. എന്നിട്ട് നമ്മളെപ്പോലെ ഒരുവനായിട്ട് മരിച്ച് അടക്കപ്പെട്ട്, എന്നാൽ ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മാനവരാശിയെ മുഴുവനും അവൻ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരു പുതിയ സൃഷ്ടി അവൻ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആദാമ്യ സൃഷ്ടി മുഴുവൻ പാപം ചെയ്ത് ശാപമാകുന്ന മരണത്തിനും ദ്രവത്വത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. അതിനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യാമ്യ സൃഷ്ടിക്ക് പുറത്തുനിന്ന് ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു എന്നതിൻ്റെ മറുപടിയായിട്ട് ദൈവം തന്നെ, ദൈവപുത്രൻ തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരികയാണ്. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് തകർക്കപ്പെടുന്നു. കാരണം പാപത്തിന് ദൈവത്തെ ശിക്ഷിച്ചേ മതിയാവും. ദൈവം നീതിമാനാണ്. ദൈവം പാപത്തെ ശിക്ഷിക്കാതെ ഏതെങ്കിലും വ്യക്തിയുടെ പാപത്തെ ദൈവം ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ക്ഷമിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ ക്ഷമിച്ച രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ദൈവത്തിൻ്റെ നീതി നടപ്പാവില്ല, ദൈവം നീതിമാനല്ലാതായിത്തീരും. നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിച്ചല്ലേ പറ്റൂ. ദൈവത്തിൻ്റെ തന്നെ സ്വഭാവം ദൈവം എതിർക്കുന്ന പോലെയാകും. രണ്ടാമത്തെ പ്രശ്നം, സാത്താനും പിന്നെ ഡയറക്റ്റായിട്ട് ദൈവത്തോട് പാപക്ഷമ ചോദിച്ച് പാപക്ഷമ പ്രാപിക്കാനായിട്ട് സാധിക്കും. സാത്താൻ്റെ പാപം ദൈവം ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ അവസാനം ദൈവം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനും കഴിയില്ല, മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുകയും വേണം, ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാകുകയും ചെയ്യണം. ഇതിനെല്ലാം ഒരൊറ്റ പരിഹാരമാണ്. ആ പരിഹാരം എന്താണ്? നീതിമാനായ ഒരുവൻ നീതികെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ പാപങ്ങളുടെ ശിക്ഷ, പാപങ്ങളുടെ ശിക്ഷ വഹിച്ചുകൊണ്ട്, ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിക്കണം. കാരണം ഒരു പാപത്തെ ഒറ്റ പ്രാവശ്യം ശിക്ഷിക്കാൻ ദൈവത്തിന് വകുപ്പുള്ളൂ വേദപുസ്തകപ്രകാരം. അത് യേശുവിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ആ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് തയ്യാറായിട്ട് ഏതെങ്കിലും മനുഷ്യനെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിക്ക് അവൻ്റെ തലമുടി പിടിച്ച് അവനെ തന്നെ പുറത്തെടുക്കാൻ പറ്റാത്തതുപോലെ, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ തന്നെ ജാമ്യം എടുക്കാൻ കഴിയാത്തതുപോലെ മാനവരാശി മുഴുവനും ജയിലിനകത്താണ്. പാപം ചെയ്ത് ദൈവത്തോട് അകന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ തന്നെ ജാമ്യം എടുക്കാൻ കഴിയില്ല, അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ ഒരു ശരീരത്തിൽ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ എന്നെ അനസ്തേസിയ വെച്ചിട്ട് മയക്കിയിട്ട് എനിക്ക് എൻ്റെ സർജറി നടത്താൻ പറ്റുമോ? പറ്റില്ല, വേറൊരാൾ ചെയ്യണം എന്ന് പറയുന്നത് മാതിരി പാപത്തിനും ശാപത്തിനും രോഗത്തിനും ദ്രവത്വത്തിനും അടിമയായിരിക്കുന്ന മാനവരാശിയെ രക്ഷിക്കാൻ ഇതിനൊക്കെ അടിമയായിരിക്കുന്ന, ഓൾറെഡി ഇതിനാൽ കണ്ടംഡ് ആയിരിക്കുന്ന, വിധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് കഴിയില്ല. ജയിലിൽ കിടക്കുന്ന ഒരുത്തന് ബെയിലെടുക്കാൻ
വേറൊരാൾക്ക് വേണ്ടി ബലിയെടുക്കാൻ കഴിയില്ല, പുറത്തുനിന്ന് ഒരാൾ വരണം. അതുകൊണ്ട് കർത്താവ്, മാനവരാശിയിൽ ആരുമില്ല ഇത് ചെയ്യാൻ. പാപങ്ങളെ ശിക്ഷിക്കുകയും വേണം, സാത്താനോട് ക്ഷമിക്കാനും പാടില്ല, പാപികളായ മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യണം. അതിന് കർത്താവ് ദൈവം മനുഷ്യരൂപെടുത്തു ലോകത്തേക്ക്. ഒരിക്കൽ ഞാനിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പയ്യനോട് ചോദിച്ചു, അല്ല, കർത്താവിൽ പാപമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ, അവനൊരു ബ്ലെയിംലെസ് സണ്ണാണ്, ദൈവത്താൽ അവൻ ഉളവാകുന്നു, അവനിൽ പാപമില്ല. അത് അവർ ഈ മറിയത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറിയമിന് ലഭിക്കുന്ന മകൻ, അല്ലെങ്കിൽ മറിയത്തിൻ്റെ മകൻ ഒരു ബ്ലെമിഷ്ലെസ്, ഇന്നോസെൻറ്റ്, ഇതൊക്കെ എൻ്റെ ട്രാൻസ്ലേഷൻസാണ് ആ വാക്കിൻ്റെ. പാപമില്ലാത്ത ഒരു മകനാണ്. അപ്പം പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ജിബ്രിൽ വന്നിട്ട്, ഗബ്രിയേലിനെ അവർ ജിബ്രിൽ എന്നാണ് വിളിക്കുന്നു, അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് പോലും യേശു ഉണ്ടായത്, ഏതോ ഒരു അവിഹിത ബന്ധം മാതിരി. അപ്പം ഞാൻ പറഞ്ഞു, അവിഹിത ബന്ധത്തിലാണ് യേശു ഉണ്ടായതെങ്കിൽ അവനൊരു ബ്ലെയിംലെസ് സണ്ണാണ്, ഒരു കുറ്റമില്ലാത്തവനാണ് എന്ന് മുഹമ്മദ് നബി പറയുമോ? 2, അവനൊരു കന്യകയിലാണ് ജനിച്ചത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ കന്യകാ ജനനത്തെ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടു, ഏതോ ഒരു മൗലവി പറയുന്നത്, എന്താണ്, അയാൾ മൗലവിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അതെന്തോ ഒരു വ്യഭിചാരത്തിൽ കൂടെയാണ് പോലും യേശു ക്രിസ്തു ഉണ്ടായത്. അയാൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഖുർആനകത്ത് പോലും യേശു ക്രിസ്തു പാപമില്ലാത്ത, കുറ്റമില്ലാത്ത, ആർക്കും ഒരു ദോഷം പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആയത്തോള എന്നുള്ള ടൈറ്റിലോ, അല്ലെങ്കിൽ പ്രവാചകൻ എന്ന ടൈറ്റിലോ, അല്ലെങ്കിൽ എന്താ പറയുക, കന്യകയുടെ മകൻ എന്ന ടൈറ്റിലോ ഒന്നും ഖുർആൻ കൊടുക്കില്ലല്ലോ. അപ്പം മുഹമ്മദ് നബിക്ക് തന്നെ യേശു ക്രിസ്തുവിന് വളരെ ബഹുമാനമായിരുന്നു എന്ന് നമുക്ക് ഖുർആൻ വായിച്ചാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയുള്ള അപവാദങ്ങളൊന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഏതോ ഒരു മോശം ബന്ധത്തിൽ കൂടെ ഉണ്ടായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കന്യാകയിലാണ് യേശു ജനിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എടുത്ത് കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പിന്നെ ഉടനെ തന്നെ വിട്ടുപോയി. കാരണം ആ വ്യക്തിക്കറിയാം, ആ വ്യക്തി ഖുർആനെതിരെ സംസാരിക്കുകയാണെങ്കിൽ, മുഹമ്മദ് നബിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്ഫമി ആയി പോകും. അപ്പോൾ ഖുർആൻ തന്നെ പറയാണ്, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി, അവനിൽ പാപമില്ല, അവൻ ബ്ലെയിംലെസ് സണ്ണാണ്, കുറ്റമില്ലാത്ത ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ അതിന് നമുക്കൊരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയായിട്ട് പറയാൻ കഴിയില്ല, കന്യകയിൽ കൂടിയാണ് ജനിച്ചത് പോലും. ഈ ജിബ്രിലായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ല. ഇനി അള്ളാഹുവിൻ്റെ വാക്കിൽ കൂടെ ഉണ്ടായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിൽ കൂടെ ഉണ്ടായി എന്ന് പറയുമ്പം, ദൈവത്തിൻ്റെ വചനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഒരു വ്യക്തിയെ ഉണ്ടാക്കാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിനല്ലേ. ഇനി വചനമാണ് യേശു ക്രിസ്തു എങ്കിൽ അവൻ ദൈവത്തിന് തുല്യനല്ലേ? കാരണം ഖുർആൻ എന്ന് പറയുന്നത് ദൈവവചനമാണല്ലോ എന്നല്ലേ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് തുല്യമായി പോകില്ലേ? അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പിന്നെ നമുക്കവിടെ ലോജിക്കലി കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. കർത്താവ് യേശു ക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനെ പാപിയായി അവർ വിധിച്ചെങ്കിലും അവരുടെ ആ വിധിക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൻ 3-ാമത്തെ ദിവസം അവരുടെ ആ വിധിയെ തെറ്റിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റൊരു പുതിയ സൃഷ്ടിയെ അവൻ ഉദ്ഘാടനം ചെയ്യാണ് അവനിൽ കൂടെ. പഴയ സൃഷ്ടി എന്ന് പറയുന്നത് ആദമിൽ കൂടെ ആരംഭിച്ച സൃഷ്ടിയാണ്. ആ ആദമിൽ കൂടെ ആരംഭിച്ച സൃഷ്ടി
പാപം മൂലം വന്ന ശാപത്താലുള്ള മരണത്തിനും ദ്രവത്വത്തിനും കീഴ്പ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി, അതിനെ മാത്രമല്ല അതുമൂലം ഈ പ്രപഞ്ചത്തിൽ തന്നെ ദ്രവത്വം വന്നിരിക്കുകയാണ്, ആ പ്രപഞ്ചത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഞാൻ പറഞ്ഞില്ലേ, സാത്താനോട് ക്ഷമിക്കാൻ പറ്റില്ല, പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ, കാരണം ദൈവം നീതിമാനാണ്. ഇനി പാപിയായ നമ്മളെ രക്ഷിക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ളൂ. പാപമില്ലാത്ത ഒരു വ്യക്തി ഈ പാപം ഏറ്റെടുത്ത് മരിക്കുക. പാപമില്ലാത്തൊരു വ്യക്തി മാനവരാശിയിലില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി തീരുന്നു, ആ പാപമില്ലാത്ത വ്യക്തിയായി തീരുന്നു. ആ പാപരഹിതനായ വ്യക്തി പാപികൾക്ക് വേണ്ടി യാഗമാകുന്നു. പക്ഷെ അവനിൽ പാപമില്ലാത്തത് കൊണ്ട് ശിക്ഷ അവൻ അനുഭവിച്ചെങ്കിലും അവനെ ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദ്രവത്വം അവനിലേക്ക് കടക്കുന്നില്ല. അവൻ 3-ാമത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അവൻ പാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും പിശാചിനെയും അവനെ മരിക്കാൻ ഏൽപ്പിച്ച മനുഷ്യരുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ അവൻ പുതിയൊരു സൃഷ്ടിയെ, ഒരു പുതിയ മാനവരാശിയെ അവൻ ഉദ്ഘാടനം ചെയ്യാണ്, രൂപകൽപ്പന ചെയ്യാണ്. അവനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അവൻ പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ്റെ ശരീരം ചിലപ്പോൾ മരിക്കായിരിക്കും, എന്നാലും അവൻ ജീവിക്കും. അപ്പോൾ ആത്മാവായിട്ട് ജീവിക്കുന്നതാണോ പറഞ്ഞതല്ല. കർത്താവ് മടങ്ങി വരും. ഈ കർത്താവ് 40ഓളം ദിവസം ശിഷ്യന്മാരോട് അവൻ എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ച ശേഷം അവനെക്കുറിച്ച് സംശയം തോന്നിയ തോമാസ് ലീഹ എന്നോട് പണ്ടൊരു മുസ്ലിം പയ്യൻ ചോദിച്ചു, എവിടെയെങ്കിലും ആരെങ്കിലും ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങളിൽ യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടോ, യേശുവിനെ ദൈവമായിട്ട് സംബോധന ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. അറിയുന്നുണ്ടോ? ഒന്ന് കാണിച്ചു തരൂ. ഒരു ഡയറക്റ്റ് പ്രസ്താവന എനിക്ക് വേണ്ടത്. ഞാൻ ഉടനെ എടുത്ത് കാണിച്ചു കൊടുത്തത് തോമാസ് ലീഹ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്കൊന്നും സംശയം ഉണ്ടായിരുന്നില്ല, കാരണം നേരത്തെ കർത്താവ് ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നാൽ തോമാസ് ലീഹയ്ക്ക് കർത്താവിനെ സംശയം തോന്നി. മറ്റ് ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ നേരിട്ട് കണ്ടിട്ടല്ലാതെ, എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കർത്താവ് അവിടെ നിന്നിട്ട് അവൻ്റെ ശരീരം, എന്ന് വെച്ചാൽ ഒരു ആത്മാവൊന്നുമല്ല അവിടെ വന്നിരിക്കുന്നത്, കർത്താവ് ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ്റെ ശരീരം തൊട്ട് നോക്കാൻ പറഞ്ഞു, ആ വ്രണങ്ങളെ തൊട്ട് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ തോമാസ് ലീഹ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തിയിട്ട് പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ്, മൈ ഗോഡ്, മൈ ലോഡ്. അപ്പോൾ കർത്താവിനെ ദൈവമെന്ന് ആരെങ്കിലും ഡയറക്റ്റായിട്ട് സംബോധന ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട്, സുവിശേഷങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ്, കർത്താവ് എപ്പോഴെങ്കിലും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, അതെവിടെയാണ്? അപ്പോൾ ഞാൻ അവനെ സങ്കീർത്തനം 23 കൊണ്ടുപോയി. പറഞ്ഞു, സങ്കീർത്തനം 23 പുതിയ നിയമത്തിലല്ലോ. ഞാൻ പറഞ്ഞല്ല, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ആരാ പറയുന്നത്? ദാവീദാ പറയുന്നത്. യഹോവ ആരാണ്? ദൈവം. ആരാണ്? എൻ്റെ ഇടയൻ. യെഹെസ്കേൽ 34 ഇതേ എൻ്റെ ഇടയൻ യഹോവ, നല്ല ഇടയൻ യഹോവ. എന്നിട്ട് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം എടുത്ത് ഞാൻ അവനോട് ചോദിച്ചു, കർത്താവ് യേശു ക്രിസ്തു ഈ യഹൂദ സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, ഈ യഹൂദ സമൂഹം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ എല്ലാ ശനിയാഴ്ചയും വായിക്കുന്നവരാണ്. ഈ യെഹെസ്കേൽ പ്രവാചകനെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ വായിച്ച് കേൾക്കുന്നവരാണ്. ഇതിനെക്കുറിച്ചാണ് അവരുടെ മെയിൻ ഡിസ്കഷൻ. അങ്ങനെയുള്ളവരുടെ നടുവിൽ നിന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, ഞാൻ തന്നെ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ എന്താ പറയുന്നത്? യഹോവ എൻ്റെ നല്ല ഇടയനാണെന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യഹൂദനോട് പറയാണ്, ഞാൻ തന്നെയാണ് നല്ല ഇടയൻ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഞാനാണ് ആ യഹോവ എന്നാണ് പറയുന്നത്, അല്ലേ?
പറഞ്ഞ അത് ദൈവം പിതാവും യേശുക്രിസ്തു പുത്രനുമല്ലേ. അപ്പോൾ പുത്രനായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലാതെ പിതാവായിട്ടല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ ഒരിടത്ത് കർത്താവിനെ കല്ലെറിയാനായിട്ട് യഹൂദന്മാരെല്ലാവരും കൂടെ കൂടി നിൽക്കുകയാണ്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് എന്താണ്? നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാരണമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കാരണമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നീ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച്, നിന്റെ വ്യക്തിപരമായ പിതാവ് എന്ന് വിളിച്ചിട്ട് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ദൈവത്തോട് നിന്നെ തന്നെ തുല്യനാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞാൽ, അവരുടെ സമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തി ആ വാക്കുപയോഗിച്ച് ദൈവത്തെ വിളിക്കുകയും ദൈവത്തോട് സമനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നു. അതിനാണ് അവർ കല്ലെറിയുന്നത്. അവിടെ എത്രയോ പ്രവാചകന്മാർ വന്നുപോയി. അവർക്കെന്താണോ പ്രവാചകന്മാരോട് പ്രശ്നം? അവർക്ക് പ്രവാചകന്മാരോട് യാതൊരു പ്രശ്നമില്ല. യേശു ആണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ആ നല്ല കാര്യങ്ങളോട് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. യഹൂദന്മാർക്ക് വേണ്ടിയാണ് യേശു നിൽക്കുന്നത് എന്നും അവർക്കറിയാം. അവർ ഒരു മിശിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മിശിയ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് അതും ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അവകാശപ്പെടുന്നത് അവൻ ഈ യഹൂദന്മാരുടെ ദൈവമാണ്, ദൈവത്തോട് സമനാണ് എന്നാണ്. അതാണ് അവരുടെ പ്രശ്നം. അവനെ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പ് വിധി പ്രസ്താവിക്കുന്ന സമയത്തും മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നീ ആർ യു ദ സൺ ഓഫ് ദ ബ്ലെസ്സഡ് വൺ? നീ ദൈവത്തിൻ്റെ പുത്രനാണോ? നീ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ പുത്രനാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. വെച്ചാൽ നീ ആർ യു ക്ലെയിമിങ് ടു ബി ദാറ്റ് സൺ ഓഫ് ഗോഡ്? ദാറ്റ് സൺ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ പല സൺ ഓഫ് ഗോഡുണ്ട്. പല അർത്ഥത്തിലും ഈ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സമനായിരിക്കുന്ന ദൈവം അവരുടെ ഇടയിൽ മെഷിയായെ അയക്കുമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന് സമനായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 110 സങ്കീർത്തനത്തിൽ ഇത് യേശുവൊക്കെ വരുന്നതിന് 1000 കൊല്ലം മുന്നേ ഉള്ള സാധനമാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 110 സങ്കീർത്തനം എന്ന് പറയുന്നത് മെസ്സിയാനിക് സങ്കീർത്തനമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്താക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. അപ്പോൾ അവിടെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തെയാണ്, യഹോവയാണ്. രണ്ടാമത്തെ കർത്താവായിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മെഷിയയാണ്. അതവർക്ക് എല്ലാവർക്കും അറിയാം. ഇതേ സങ്കീർത്തനം എടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരിക്കൽ ഈ ശിഷ്യന്മാരിരിക്കുന്ന സമയത്ത് പരീശന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നു മിശിഹ എന്ന് പറയുന്നത് ദാവീദിൻ്റെ മകനായിരിക്കുന്നു. പക്ഷെ ദാവീദ് തന്നെ സങ്കീർത്തനത്തിനകത്ത് മിശിഹായെ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ മിശിഹ ദാവീദിൻ്റെ മകനാണെങ്കിൽ ദാവീദ് പിന്നെ അവൻ്റെ മകനെ കർത്താവേ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആരുടെ മകനാണ് മിശിഹ? കർത്താവ് ആ ചോദ്യം അവരോട് ചോദിക്കുന്നത് കർത്താവിൻ്റെ ക്ലെയിം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പറയാണ് ആരുടെ മകനാണ് മിശിഹ? അവർ പറയണം ദൈവത്തിൻ്റെ മകനാണ് മിശിഹ. ദൈവത്തിൻ്റെ മകനാണ് മിശിഹ എങ്കിൽ ഇവനിപ്പോൾ ഞാൻ മിശിയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ അവൻ മിശിയാണ്, അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുന്നത് മിശിഹ എന്ന് പറയുന്നത് ഒരേ വാക്കാകട്ടോ. മിശിഹ എന്ന് പറയുമ്പോൾ ഹീബ്രു ലാംഗ്വേജാണ്, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ലാംഗ്വേജാണ്. അതിൻ്റെ അർത്ഥം അഭിഷക്തൻ എന്നാണ് മലയാളത്തിൽ. അപ്പം ക്രിസ്തു മെശിഹ അഭിഷക്തൻ ഞാനാണ് എന്ന് അവൻ അവകാശപ്പെടുമ്പോൾ യേശു ക്രിസ്തു എന്താണ് അവകാശപ്പെടുന്നത്? ആ 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവാണ് ഞാൻ. ആ കർത്താവിൻ്റെ പിതാവ് ദാവീദാണോ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? ദൈവം. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് അവൻ പറയുമ്പോൾ അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നതായിട്ടാണ്
യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത്. ആ ഒരു കാര്യം മാത്രമാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. കാരണം യഹൂദന്മാർക്ക് രാജാവ് ഉണ്ടെങ്കിൽ യഥാർത്ഥ രാജാവ് യഹൂദന്മാരുടെ ദൈവമാണ്. യഹൂദന്മാർ ഒരു രാജാവിന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ, ഒരു ഭൗമിക ഒരു മാനുഷിക രാജാവിന് വേണ്ടി ചോദിച്ചപ്പോൾ തന്നെ ശമൂവേൽ പഴയ നിയമത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞത്, നീ വിഷമിക്കേണ്ട, അവർ നിന്നെയല്ല നിഷേധിച്ചത്, നീ ഒരു പ്രവാചകനാണ്, നിന്നെയല്ല അവർ നിഷേധിച്ചത്, ഞാനാണ് അവരുടെ രാജാവ്, എന്നെയാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമാണ് യഹൂദന്മാരുടെ യഥാർത്ഥ രാജാവ് എന്ന് പഴയ നിയമത്തിൽ എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയാണ്. അപ്പം ദൈവമാണ് അവരുടെ രാജാവെങ്കിൽ യേശു ക്രിസ്തു അഥവാ മിശിഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷക്തൻ. അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ? രാജാവാകാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാജാവായിട്ട് യേശു ക്രിസ്തു അവനെ തന്നെ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ തന്നെ ദൈവത്തോട് ഈക്വലാക്കുന്നു എന്നാണ് അവരുടെ ആ പശ്ചാത്തലത്തിൽ. അവർക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് ദൈവമാണ്. ഇത് പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് അവർ യേശുവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പറയാണ്, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. യേശുവിന് ശിക്ഷ കൂടാൻ വേണ്ടിയിട്ട് കൈസറിനെ അവരൊരിക്കലും അവരുടെ രാജാവായിട്ട് അംഗീകരിക്കുന്ന ആളുകളല്ല ഈ യഹൂദന്മാർ. പക്ഷേ യേശുവിന് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അവർ വിളിച്ചു പറഞ്ഞ എന്താണ്? ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. പീലാത്തോസ് പോലും അത്ഭുതപ്പെട്ടു പോയി അത് കേട്ടിട്ട്. യേശു അവൻ ദൈവത്തോട് സമനാണ്, അവരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ യഹൂദന്മാർ ദൈവമാണ് ഞങ്ങളുടെ രാജാവ് എന്ന് പറയുന്നതിന് പകരം ഇവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. എന്നാൽ പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയോ? യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിട്ട് ഒരു വലിയ ബോർഡ് ഉണ്ടാക്കി. ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബോർഡ്. അപ്പോൾ എന്തായാലും ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് കർത്താവിൻ്റെ ശിക്ഷാവിധിയാണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചു ആ ബോർഡിൽ. എന്നിട്ട് അത് വെച്ചുകൊണ്ടാണ് അവനെ ക്രൂശിക്കുന്നത്. അപ്പോൾ ഈ യഹൂദന്മാർ ഇവർ കണ്ടപ്പോൾ നെട്ടിപ്പോയി. ഇവർ വന്ന് പീലാത്തോസിനോട് അപേക്ഷിക്കുന്നുണ്ട്. പീലാത്തോസിനോട് പറഞ്ഞ്, പ്ലീസ് അതൊന്നും മാറ്റി തരണം, അത് അതിൻ്റെ ആവശ്യമില്ല, കാരണം ആളുകളൊക്കെ ഓൾറെഡി തെറ്റിക്കിടക്കുകയാണ്, ഇവൻ്റെ പുറകിലാണ് കുറേ പേര്, അവരിനിപ്പോൾ ഇവൻ യേശു ദൈവത്തിൻ്റെ രാജാവാണ്, ദൈവം അയച്ച മെസ്സിയാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തീരും എന്നതൊക്കെ അവരിങ്ങനെ റോമൻ അധികാരിയോട് പറയാണ്. റോമൻ അധികാരി എന്താ പറയുന്നത്? ഞാൻ എഴുതിയത് എഴുതി, അത് മാറ്റാൻ പോകുന്നില്ല. കാരണം നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, ആരാണ്? കൈസർ. പക്ഷെ ഞാൻ ഇവരുമായി സംവാദം ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായത് ഇവൻ്റെ കുറ്റം എന്ന് പറയുന്നത്, കുറ്റപത്രം അഥവാ ഇവൻ്റെ കുറ്റം എന്ന് പറയുന്നത്, ഇവൻ പറയുന്നു ഇവൻ ആരാണ്? യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതൂ, ഇവൻ പറയുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. പക്ഷേ അത് അങ്ങനെ മാറ്റുന്നതിന് പകരം ഇയാൾ പറഞ്ഞു, ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ഇതാണ് യഹൂദന്മാരുടെ രാജാവ്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഞങ്ങൾ റോമക്കാരാണ്, ഞങ്ങൾ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ രാജാവാകാൻ പൂതിയുള്ളവനും നിങ്ങളുടെ രാജാവിനും ഒരേ അവസ്ഥയാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞത്. യഹൂദന്മാരുടെ ആ കാറ്റ് മുഴുവൻ പോയി അതോടെ. എന്ന് വെച്ചാൽ ദാറ്റ്സ് ഹൗ വി സീ യുവർ കിങ്, ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ബഹുമാനമേ ആ വ്യക്തിയോടുള്ളൂ, ഞങ്ങളവനെ ക്രൂശിക്കും, അതാരാണെങ്കിലും ശരി എന്നാണ് അവിടെ നിന്ന് വരുന്ന പ്രസ്താവന. പക്ഷെ ദൈവമാണ് ഇവനെ രാജാവാക്കിയത്. കാരണം ദൈവമാണ് രാജാവായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് 2 ദൈവമുണ്ടോ 3 ദൈവമുണ്ടോ? ഇത് 2 ദൈവം 3 ദൈവമൊന്നുമല്ല. ഇതേ ചോദ്യമായിട്ട് ഒരു വ്യക്തി എന്നോട് പണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് മക്കളുണ്ടോ? ഒരു മുസ്ലിമാണ്. നിങ്ങൾക്ക് മക്കളുണ്ടോ? ആ മക്കളുണ്ട്. ആ മക്കളൊക്കെ പൂച്ചക്കുട്ടികളാണ്. ഭയങ്കരമായിട്ട് ചോദിക്കുക, പൂച്ചക്കുട്ടിയോ? എന്താടോ താൻ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഈ പൂച്ചേൻ്റെ കുട്ടികളൊക്കെ പൂച്ചക്കുട്ടികളായിരിക്കും, നിങ്ങൾ മനുഷ്യനല്ലേ, അപ്പോൾ മനുഷ്യൻ്റെ കുട്ടി എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് മനുഷ്യനായിരിക്കും അല്ലേ? അപ്പം മനുഷ്യൻ്റെ കുട്ടി മനുഷ്യനാണ്, പൂച്ചേൻ്റെ കുട്ടി പൂച്ചയാണ്, സിംഹത്തിൻ്റെ കുട്ടി സിംഹമാണ്, പുലിയുടെ കുട്ടി പുലിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുട്ടി എന്തായിരിക്കും? ദൈവമോ പിശാചോ മനുഷ്യനോ? ദൈവമായിരിക്കൂലേ? അങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാണ്. അപ്പം ഇത് വളരെ ലളിതമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ
വേദപുസ്തക പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അശരീരി കേൾക്കാണ്. അവിടെ കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു പുത്രൻ്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പല വ്യക്തികൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ദൈവം വിളിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. പക്ഷെ അതുപോലത്തെ ഒരു പുത്രൻ എന്നുള്ള രീതിയിലല്ല കർത്താവിനെ വിളിക്കുന്നത്. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവൻ്റെ മേൽ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അതിന് ശേഷമാണ് ഈ ഒരു അശരീരി ഉണ്ടാകുന്നത്. അതാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ത്രിയേക ദൈവത്തിൻ്റെ ആശയം. അപ്പോൾ ദൈവം ഒന്നാണ്, ഒരു സംശയം വേണ്ട. യഹൂദന്മാരും അതാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ ഒരു ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നത് ഈ 3 വ്യക്തിത്വങ്ങളിൽ കൂടെയാണ്. വൺ ബീയിങ്, 3 പേഴ്സൺസ്. ഈ ബീയിങ് എന്ന് പറയുന്നതിനും പേഴ്സൺസ് എന്ന് പറയുന്നതിനും നമ്മുടെ മലയാളത്തിൽ വ്യക്തി എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തി 3 വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോഴാണ് തെറ്റ് വരിക. അതേസമയം നമ്മളെ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ അതിന് 2 പദമുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, ബീയിങ് എന്നും പേഴ്സൺ എന്നും. അത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരൊറ്റ ദൈവമാണ്. ആ ദൈവം ഈ രക്ഷയുടെ കാര്യം മുഴുവനായിട്ട് നിറവേറ്റാൻ വേണ്ടിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ആ പ്രവൃത്തിക്കകത്ത് അതേ ദൈവം തന്നെയാണ് വാസ്തവത്തിൽ പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് അതിനെ ത്രിയേക ദൈവം എന്ന് വിളിക്കുന്നത്. പക്ഷെ 3 വ്യക്തിത്വമാണ് എന്നേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കൂ, ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിയുന്നില്ല, ഇതെന്താണ് ഈ ദൈവം അവിടെ ഇരിക്കുന്നു, പിന്നെ ദൈവം ഇവിടെ ഇരിക്കുന്നു, ദൈവം ഇവിടെ ഇരിക്കുന്നു, അതെന്താണ് പരിപാടി? എടോ, ദൈവം നിങ്ങളുടെ എൻ്റെയും കൺട്രോളുള്ള ആളല്ലല്ലോ. നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച ആളല്ലേ. അവന് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഇരിക്കാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഇവിടെ അതിനല്ല പ്രസക്തി. ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്തെടുക്കണം, ഒരു സാൽവിഫിക് പ്രവൃത്തി ചെയ്തെടുക്കണം, രക്ഷയുടെ ഒരു പ്രവൃത്തി ചെയ്തെടുക്കണം. അതിന് ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു അയക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ബൈബിളിൽ യേശുവിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു പരിശുദ്ധനല്ലേ? ദൈവം പരിശുദ്ധനല്ലേ? യേശുവിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലിരുന്ന അവൻ്റെ ഏകജാത പുത്രൻ അല്ലെങ്കിൽ ആദിജാതൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് ഒരു പ്രവൃത്തി അക്കംപ്ലിഷ് ചെയ്യണം. സൃഷ്ടിക്ക് പുറത്താണ് ദൈവം, സൃഷ്ടാവാണ് ദൈവം. പക്ഷെ സൃഷ്ടി മുഴുവനും അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൃഷ്ടി ഇല്ലാതായാലും സൃഷ്ടാവുണ്ടാവും. സൃഷ്ടി മുഴുവൻ പാപത്തിന് അധീനയായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഈ സൃഷ്ടിയെ വീണ്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കകത്തുനിന്ന് പാപത്തിന് അധീനയായി കിടക്കുന്ന സൃഷ്ടിക്കകത്തുനിന്ന് ആരെയും എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നീതിമാനായ ദൈവത്തിന് സൃഷ്ടിയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ന്യായവിധി, പാപത്തിൻ്റെ ന്യായവിധിയും നീതിയും നടപ്പിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, ആ ദൈവം സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു മനുഷ്യനായിട്ട്, മനുഷ്യരൂപമെടുത്തുകൊണ്ട്. അതാണ് പുത്രൻ. സൃഷ്ടിക്ക് പുറത്താണ് ദൈവം. പക്ഷെ ആ സൃഷ്ടിക്ക് പുറത്തുള്ള ദൈവത്തിന് സൃഷ്ടിക്കകത്ത് വന്ന് ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സൃഷ്ടിക്ക് പുറത്തുള്ള ദൈവം സൃഷ്ടിക്കകത്തോട്ട് വരികയാണ്. അവനെ തന്നെ ചുരുക്കുകയാണ്. എന്നിട്ട് അവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ സൃഷ്ടിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി, ഈ സൃഷ്ടിയെ റിന്യൂ ചെയ്യേണ്ടതിന് വേണ്ടി, ഈ സൃഷ്ടിയുടെ നവീകരണത്തിന് വേണ്ടി അവൻ ചെയ്യുന്ന എന്താണ്? അവൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിൽ കൂടെ പാപക്ഷമ പ്രാപിച്ച എല്ലാ മനുഷ്യരിലേക്കും അയക്കുകയാണ്.
ഈ ആത്മാവ് ഓരോ മനുഷ്യൻ്റെ അകത്തും ഉള്ള പാപങ്ങളുടെ അടിമത്തം ഉണ്ടല്ലോ, അതിനെ മാറ്റി അവരെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി ഈ മനുഷ്യരെ എല്ലാവരെയും സജ്ജരാക്കണം. അനീതിക്കെതിരെ നിൽക്കാനും ദൈവത്തെ വെളിപ്പെടുത്താനും. ഈ വ്യക്തികളിൽ കൂടിയാണ് പിന്നെ ദൈവത്തിൻ്റെ ആ പ്രകാശം, ദൈവത്തിൻ്റെ ആ രാജ്യം ഈ സൃഷ്ടിയിൽ മുഴുവൻ വരാനായിട്ട് പോകുന്നത്. ഇനി കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ യേശു ക്രിസ്തു തിരിച്ച് സൃഷ്ടിയിലേക്ക് വരും. തിരിച്ച് ഈ സൃഷ്ടിയിലേക്ക് കർത്താവ് വരുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഒരു രീതി പറഞ്ഞാൽ സൃഷ്ടിക്ക് നാഥനായിട്ടാണ് സൃഷ്ടിയിൽ എല്ലായിടത്തും ഉണ്ട്. എങ്കിലും ഈ സൃഷ്ടിയിൽ ഇതേപോലെയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ലോകത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ സൃഷ്ടിയുടെ ദ്രവത്വം മാറും. ഈ സൃഷ്ടിയുടെ പാപത്തിന് അധീനയായിരിക്കുന്ന അവസ്ഥയ്ക്കും വ്യത്യാസം വരും. ഈ സൃഷ്ടി മുഴുവനും നവീകരിക്കപ്പെടും. ഈ സൃഷ്ടി മുഴുവനും അതിനൊരു പുനർനിർമ്മാണം എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു വ്യത്യാസം വരും, മാറ്റം വരും. മനുഷ്യർക്കും ദ്രവത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. മരിച്ച ആളുകളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ന്യായവിധി നടക്കും. ആ ന്യായവിധിക്ക് ശേഷം മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് ജീവിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുകയും പാപത്തിൽ കഴിയുകയും ചെയ്ത വ്യക്തികൾക്ക് യേശുക്രിസ്തു വിശ്വസിച്ചവരായാലും വിശ്വസിക്കാത്തവരായാലും വിശ്വസിച്ച ശേഷമേ മാപ്പുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് മാപ്പില്ല. അപ്പോൾ മാപ്പ് ലഭിച്ചിട്ടും വീണ്ടും അതേ പ്രവൃത്തി തന്നെ തുടർന്ന് ജീവിച്ച ആളുകളും ഉണ്ടാവും. അവരെയും മാപ്പ് ലഭിക്കാത്തവരെയും ശിക്ഷിക്കും. മാപ്പ് സ്വീകരിച്ച ശേഷം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച വ്യക്തികൾക്ക് കർത്താവ് പുതിയ ശരീരങ്ങളെ തരും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്, അതിൻ്റെ ഒരു മുമ്പേ ഉള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. കർത്താവ് ഏത് രീതിയിലാണ് ഉയർത്തെഴുന്നേറ്റത് അതേപോലെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന് ലഭിച്ച പോലെയുള്ള ശരീരങ്ങൾ അവർക്കും ലഭിക്കും. പുതിയ ശരീരങ്ങൾ, ഒരിക്കലും മരിക്കാത്ത ശരീരങ്ങൾ, പാപത്തിന് അധീനപ്പെടാത്ത ശരീരങ്ങൾ, ശാപമില്ലാത്ത ശരീരങ്ങൾ, ഒരിക്കലും ദ്രവിക്കാത്ത ശരീരങ്ങൾ. അവർ കർത്താവിനോട് കൂടെ ഈ ലോകത്തിൽ, പുതുക്കപ്പെട്ട ലോകത്തിൽ, ആ നവീകരിക്കപ്പെട്ട ലോകത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ലോകം എന്നാണ് നമ്മളതിനെ നമ്മുടെ ബിബ്ലിക്കൽ ടെർമിനോളജിയിൽ വിളിക്കുന്നത്. അവർ ജീവിക്കും, അവർ വാഴും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെങ്കിലും ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്തു നിന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തന്നെ പഠിപ്പിച്ച പല ഉപമകളുണ്ട്. അതിലൊരു ഉപമ എന്ന് പറയുന്നത്, കർത്താവ് ഒരു മുന്തിരിവള്ളിയും നമ്മൾ ഓരോരുത്തരും അവരുമായി ബന്ധപ്പെടുന്ന വ്യക്തികളൊക്കെയും കൊമ്പുകളും, പിതാവായ ദൈവം ഒരു തോട്ടക്കാരനും എന്നുള്ള രീതിയിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ കർത്താവിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആ ആത്മാവ് ഒഴുകുന്ന നല്ല ഫലം, ആത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെ കായ്ക്കുന്ന നല്ല ശാഖകൾ അല്ലെങ്കിൽ നല്ല ആ മുന്തിരിവള്ളിയുടെ നല്ല കൊമ്പുകളായിരിക്കണം. എന്നാൽ നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കും. പിതാവായ ദൈവം ഒരു തോട്ടക്കാരനെ പോലെയാണ്. ഇനി അങ്ങനെ ചെത്തി വെടിപ്പാക്കി നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്നാൽ നമ്മൾ ഒട്ടും ഫലം കായ്ക്കുന്നില്ല. നമ്മൾ ഈ മുന്തിരിവള്ളിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നില്ല എന്നിരിക്കട്ടെ. നമ്മൾ ഒരു ഫലവും കായ്ക്കുന്നില്ല. മുന്തിരിവള്ളിയുമായിട്ട് നമ്മൾ അകത്തുനിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, മുന്തിരിവള്ളിയിൽ നിന്നുള്ള ആ ഒരു ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, ആ സ്നേഹവും ജീവനും സത്യവും നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, അവസാനം ഈ തോട്ടക്കാരൻ വെട്ടിക്കളയും. നമ്മൾ മുന്തിരിവള്ളിയായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയാകും. പിന്നെ അങ്ങനെ വെട്ടിക്കളഞ്ഞ കൊമ്പുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് കത്തിച്ച് കളയും.
അപ്പോൾ ഈ ഒരു ഉപമ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഇതെന്താണ്, ഇത് ഈ പിതാവും ദൈവവും പിന്നെ യേശു ക്രിസ്തുവും നമ്മളും ഇങ്ങനെ ഒരു മുന്തിരിവള്ളിയുടെ ഉപമ എന്ന് പറയുമ്പോൾ ഇത് അത്ര അങ്ങോട്ട് ഒത്തുവരാത്തതുപോലെ തോന്നും. അങ്ങനെ ഒത്തുവരാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ മോഡേൺ കാറ്റഗറീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഉപമയാണ്, ഞാൻ ഉണ്ടാക്കിയൊരു ഉപമയാണ്. ഈ നമ്മളെ ഹ്യൂമൻ ബോഡി, നമ്മളെ ശരീരം നമ്മൾ എടുക്കുക. ഈ മുഴുവൻ ശരീരവും ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ സെല്ലിൽ നിന്നാണ്. തർക്കമുണ്ടോ? ഇല്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഗ്യാമീറ്റ്സ് ഫ്യൂസായിട്ടുണ്ടായ ആ ഒരൊറ്റ സൈഗോട്ടിൽ നിന്നാണ് ഈ ഒരു ശരീരം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതിലെല്ലാ സെൽസും ഉണ്ടായിരിക്കുന്നത് ആ ഒരൊറ്റ സൈഗോട്ടിൽ നിന്നാണ്. ആ സൈഗോട്ടിനകത്ത് ഒരൊറ്റ ജീവനേ ഉള്ളൂ. ആ സൈഗോട്ടിനകത്ത് ഒരൊറ്റ DNA സീക്വൻസേ ഉള്ളൂ. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ സെല്ലിനും അതേ DNA സീക്വൻസ്, ആർക്കും മാറ്റാൻ പറ്റില്ല. അത് ക്യാൻസർ വന്ന സെല്ലുകൾക്ക് ചിലപ്പോൾ DNA സീക്വൻസ് വ്യത്യാസം ഉണ്ടാവും, അത് വെട്ടി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് എൻ്റെ ഈ മുഴുവൻ ശരീരവും, മുഴുവൻ ശരീരത്തിലെ എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കുന്നത്. അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന ജീവൻ ഒന്നാണ്, അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന കോഡിങ് ഒന്നാണ്, അതിനകത്തെല്ലാം വ്യാപരിക്കുന്ന വ്യക്തിത്വം ഒന്നാണ്. അല്ലേ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ഒരൊറ്റ ബീങ് ആണ് അവൻ. ഇനി നമുക്ക് നമ്മളെ ബ്രെയിൻ എടുക്കാം, നമ്മളെ ഹാർട്ട് എടുക്കാം, നമ്മുടെ ലിവർ എടുക്കാം. ഈ മൂന്ന് അവയവങ്ങളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ശരീരത്തിന് ജീവന് ആവശ്യമായിരിക്കുന്ന അവയവങ്ങളായിട്ട് സയൻസ് വിശേഷിപ്പിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു അവയവത്തിന് ഫെയിലിയർ വന്നാൽ ബാക്കിയുള്ള അവയവങ്ങൾക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് ഫെയിലിയർ വരാനും ആൾ മരിച്ചു പോകാനും സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഹാർട്ടും ബ്രെയിനും ലിവറും, കിഡ്നിക്ക് ഫെയിലിയർ വന്നാലും ഡയാലിസിസ് വെച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെയിലിയർ ഈ പ്രത്യേകമായ അവയവങ്ങൾക്ക് പൂർണ്ണമായിട്ട് സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഹാർട്ടിനും ബ്രെയിനും സംഭവിച്ചാൽ പിന്നെ കഴിഞ്ഞ കാര്യം, പിന്നെ മരണമാണ്. അപ്പോൾ ഈ 3 വൈറ്റൽ ഓർഗൻസ് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ ഇതിൽ ഓരോ സെല്ലെടുത്ത് നോക്കിയാൽ, എൻ്റെ ശരീരത്തിലെ ബ്രെയിൻ സെല്ല് എടുത്ത് നോക്കിയാൽ, ലിവർ സെല്ലെടുത്ത് നോക്കിയാൽ, ഹാർട്ടിൻ്റെ സെല്ലെടുത്ത് നോക്കിയാൽ 3നും 3 രൂപമാണ്. കണ്ടാൽ ഇത് ഒരേപോലെയല്ല ഇരിക്കുന്നത്. അതെ, മോർഫോളോജിക്കലിയും ഫങ്ഷണലിയും വ്യത്യസ്തമാണ്, എനാറ്റമിക്കലിയും വ്യത്യസ്തമാണ്. എല്ലാ രീതിയും നോക്കിയാലും ഇത് 3ഉം വ്യത്യസ്തമാണ്. ഫങ്ഷണലി ഒരു വ്യത്യസ്തമാണ്. കാരണം ബ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ഹാർട്ട് ചെയ്യുന്നത്, ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ലിവർ ചെയ്യുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തി വ്യത്യസ്തമുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തേണ്ടതിന് വേണ്ടി ഈ 3 അവയവങ്ങളിലുള്ള സെല്ലുകളും ചെയ്യുന്ന പ്രവൃത്തികൾ വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ പ്രകൃതിക്ക്, അവരുടെ സ്വഭാവത്തിന്, അവരുടെ രൂപത്തിന് വ്യത്യാസമുണ്ട്. അവരൊരേ രൂപത്തിലല്ല ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഓരോ സെല്ലിനകത്തും ഒരേ ജീവനല്ല വ്യാപരിക്കുന്നത്, ഒരേ DNA സീക്വൻസ് അല്ലേ ഉള്ളത്, ഒരേ വ്യക്തിയുടേത് തന്നെയല്ലേ അത്. എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അതേമാതിരിയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഒരു വ്യക്തിയാണ്, പക്ഷേ 3 വ്യത്യസ്തമായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് 3 വ്യത്യസ്തമായ നിലകളിലാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, വ്യക്തി എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ബീയിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്, പേഴ്സണും ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് രണ്ടിന് 2 വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിന് എളുപ്പമുണ്ടാവും മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടുത്തെ സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്രെയിൻ മാതിരിയാണ് പിതാവായ ദൈവം, ഹാർട്ട് മാതിരിയാണ് പുത്രൻ, ലിവർ മാതിരിയാണ് പരിശുദ്ധാത്മാവ്. ഈ 3ലുമുള്ള സെല്ലുകളിലെ ഓരോ കോശത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന DNA സെയിമാണ്, വ്യക്തി സെയിമാണ്, ജീവൻ സെയിമാണ്, ഒരേ വ്യക്തിയുടേത് തന്നെയാണ് ഇതെല്ലാം.
എന്ന് പറയുന്നത് മാതിരി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നിലും വ്യാപരിക്കുന്ന എസൻസ്, ദൈവത്തിൻ്റെ എസൻസ് ആണ്. ദൈവം തന്നെയാണത്. ഒരേ വ്യക്തിയുടേത് തന്നെയാണ്. ഒരൊറ്റ ബീയിങ്ങിൻ്റെ ആണത്. ദൈവം എന്ന് പറയുന്ന ഒരു ബീയിങ്ങിൻ്റെ ആണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. അവരുടെ ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ രൂപങ്ങളിൽ വ്യത്യാസമുണ്ട്. അവരുടെ പ്രവർത്തന ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ബ്രെയിനിലും ലിവറിലും ഹാർട്ടിലും ഈ വ്യത്യാസം അതിലെ സെല്ലുകളിൽ കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് മാതിരിയാണ്. അപ്പോൾ ഇൻ എസൻസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരൊറ്റ ബീയിങ് ആണ്. ദൈവത്തിൻ്റെ അതേ മെറ്റീരിയൽ കൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കുന്നത്. ഇത് മൂന്നും ഒരൊറ്റ കോഡിംഗ് ആണ്, ഒരൊറ്റ വ്യക്തിയുടേതാണ്. പക്ഷേ സ്ട്രക്ചറലി വ്യത്യസ്തമാണ്, ഫങ്ഷനലി വ്യത്യസ്തമാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത റോളുകൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ അവസാനം ആ സൈക്കോട്ടിലേക്ക് ചെല്ലുമ്പോൾ ദൈവം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ഇരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ഒരു വിത്ത് മാതിരിയാണ്, ആ സൈക്കോട്ട് മാതിരിയാണ്, ആ വചനം ദൈവമാണ്. ഇങ്ങനെയുണ്ട്. ദൈവം എന്ന് പറയുന്ന ക്രിയേറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഉപമകൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. കാരണം ആ സൃഷ്ടിയുടെ തലത്തിൽ നിൽക്കുന്ന നമ്മൾ സൃഷ്ടാവിൻ്റെ തലത്തിലേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? എന്തിന്, നമ്മുടെ സൃഷ്ടിയിലുള്ള തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ ഉപമകളിലൂടെ സാധിക്കുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ വരെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഉപമകളാണ് ഉപയോഗിക്കുന്നത്. ഉപമകൾ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ കാര്യങ്ങൾ. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ നമ്മൾ ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദൈവമാണ്. പക്ഷേ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്ത റോളുകൾ എടുത്ത് വ്യത്യസ്ത പേഴ്സണായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം. പിതാവിന് ഒരു റോളാണ്, പുത്രന് വേറെ റോളാണ്, പരിശുദ്ധാത്മാവിന് വേറെ റോളാണ്. പിതാവിന് വേറെ ഫങ്ഷനാണ്, പുത്രന് വേറെ ഫങ്ഷനാണ്, പരിശുദ്ധാത്മാവിന് വേറെ ഫങ്ഷനാണ്. അപ്പോൾ പിതാവ് ആയ ദൈവം ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പുത്രനെ അയക്കുന്നു. പുത്രൻ ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ ആ ദ്രവത്വത്തിൻ്റെ അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞ് അതിനു വേണ്ടി, അതിൻ്റെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി മരിക്കുന്നു. ആ കുഷ്ഠരോഗിയോട് കർത്താവ് മനസ്സലിവ് കാണിച്ചപ്പോൾ കർത്താവ് അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ദ്രവത്വവും മരണവും മാറി, അവൻ്റെ കുഷ്ഠം മാറിപ്പോയത്. അപ്പോൾ പുറമേയുള്ള ആൾക്കാർ നോക്കുമ്പോൾ അവൻ പാപത്തെ വരെ ക്ഷമിക്കാനും മാറ്റാനും കഴിവുള്ളവൻ. പാപത്തെ ക്ഷമിക്കാൻ ആർക്കാ കഴിയുക? ദൈവത്തിനല്ലാതെ. ദൈവത്തിന് മാത്രമല്ലേ പാപക്ഷമ കൊടുക്കാൻ പറ്റുള്ളൂ. അവൻ ദൈവത്തിന് സമനാണ് എന്ന് വേദപുസ്തകം അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ആരാധന സ്വീകരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവനൊരു കള്ളപ്രവാചകനായിരിക്കണം. യേശു ഒരു നല്ല പ്രവാചകനാണ്. ഖുറാനിലും ബൈബിളിലും ഒരു പ്രവാചകനും ഇന്നുവരെ ആരാധന സ്വീകരിച്ചിട്ടില്ല. പക്ഷെ കർത്താവായി യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുകയാണ്. ആ തോമാസ് ലീഹ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നു. ആരാധന കർത്താവ് സ്വീകരിക്കുന്നു. ഈ കുഷ്ഠരോഗിയുടെ പാപം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ ആ രോഗസൗഖ്യം എന്ന് പറയുന്നത്. പാപം ക്ഷമിക്കാൻ ആർക്കാ കഴിയുക? ദൈവത്തിനല്ലാതെ ആർക്കും കഴിയുമോ? കഴിയില്ല. പാപം ക്ഷമിച്ചു, പാപനിമിത്തമുള്ള രോഗവും മാറി, ദ്രവത്വവും മാറി. ഇതേ മാതിരിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദ്രവത്വവും കർത്താവ് മാറ്റാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കൂടിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിലൂടെ കർത്താവ് തെളിയിക്കുന്നത് ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മനുഷ്യത്വം കർത്താവ് രൂപകൽപ്പന ചെയ്യാണ്.
കർത്താവ് ഉദ്ഘാടനം ചെയ്യണം. ആ പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യൻ, ആ പുതിയ സൃഷ്ടി ദ്രവത്വത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്നു. പാപത്തെയും അതുമൂലം വന്നിരിക്കുന്ന ശാപത്തെയും ജയിച്ചിരിക്കുന്നു. അതിൽ പിന്നെ മരണമോ ദ്രവത്വമോ ശാപമോ ഇല്ല. ജീവൻ മാത്രമാണ് വ്യാപരിക്കുന്നത്. അശുദ്ധിയില്ല. ജീവൻ മാത്രമാണ്, വിശുദ്ധി മാത്രമാണ് വ്യാപരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പുനരുത്ഥാനം കർത്താവ് ഓരോ മനുഷ്യനും കൊടുക്കും. അതിൻ്റെ അടയാളമാണ് ആ കുഷ്ഠരോഗിക്ക് കൊടുത്തിരിക്കുന്ന സൗഖ്യം. ഇതേമാതിരി അന്ന് നിൻ്റെ ശരീരത്തിൽ ഒരു അംഗവൈകല്യവും ഇല്ലാത്ത, ഒരു രോഗമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ. അത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് കർത്താവ് അതിലൂടെ കാണിക്കുന്നത്. ആ രാജ്യത്തിൽ കർത്താവ് വന്ന് എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ ആ രാജ്യത്തിൽ ഈ കുഷ്ഠരോഗിക്ക് പൂർണ്ണമായി സൗഖ്യമായ ശരീരം കിട്ടിയത് മാതിരി നമുക്കെല്ലാവർക്കും ഒരിക്കലും മരിക്കാത്ത ശരീരം. ഇയാൾ ചിലപ്പോൾ മരിച്ചു കാണും, കുറച്ച് കഴിഞ്ഞ് മരിച്ചു കാണും അല്ലേ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇയാൾ ഉയർത്തെഴുതി നമ്മൾ ഉയർത്തെഴുതി നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത ശരീരം. കർത്താവ് ഇവൻ്റെ ആ ദ്രവത്വത്തെയും മരണത്തെയും മാറ്റുന്നതിലൂടെ അവിടെ കാണിക്കുന്നത്, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ശപിക്കപ്പെട്ട അവസ്ഥയെയും മരണത്തെയും ദ്രവത്വത്തെയും മാറ്റാൻ പോവാണ്. പ്രപഞ്ചത്തെ തന്നെ ഞാൻ വീണ്ടെടുക്കാൻ പോവാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ട് മരിക്കുന്നു, അടക്കപ്പെടുന്നു, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയെ ആരംഭിക്കുന്നു. സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ നാമത്തിനും മേലായ നാമം വഹിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക്. ആരൊക്കെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നു, അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, ഇനി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഓരോ വ്യക്തിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിലും വഴി നടത്തുകയാണ്. പരിശുദ്ധാത്മാവ് അവർക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, ബലഹീനത വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവരെ ബലപ്പെടുത്തുകയാണ്. അന്ത്യം വരെയും വിശ്വസ്തരായിരിക്കാൻ അവരെ ശക്തീകരിക്കുകയാണ് അകത്തു നിന്ന്, അവരെ ശുദ്ധീകരിക്കുകയാണ് അകത്തു നിന്ന്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ അവസാനം ഈ വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്ന സമയത്ത് അവരുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ മരിച്ചു പോവുകയാണെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഈ മുഴുവൻ സൃഷ്ടിയും വീണ്ടെടുക്കപ്പെടും, നവീകരിക്കപ്പെടും, പുതുക്കപ്പെടും. ആ ഒരു എൻഡിലേക്ക്, ആ ഒരു ദിശയിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. അവൻ ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് കാണിക്കാൻ പല കാര്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. പിതാവ് പിന്നെ ദൈവമാണല്ലോ. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിൻ്റെ മുഴുവൻ പ്രവൃത്തിയാണ് ഈ സൃഷ്ടിയിൽ ഈ നടന്നിട്ട് അവസാനം ഇതിൻ്റെ അന്ത്യം വരാൻ പോകുന്നത് എന്നതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. അന്നാണ് ഈ അനീതി എന്ന് പറയുന്നതിനും പാപം എന്ന് പറയുന്നതിനും വെറുപ്പ് എന്ന് പറയുന്നതിനും ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകാനായിട്ട് പോകുന്നത്. കർത്താവ്, ആ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന ദൈവം, ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവൻ, എല്ലാ നാമത്തിനും മേലായ നാമം വഹിക്കുന്നവൻ, മരണം കാണാത്തവൻ, മരണത്തിനൊരിക്കലും അവനെ കീഴടക്കാൻ കഴിയില്ല, മരണത്തെ ജയിക്കുന്നവൻ, മരണത്തെയും ദ്രവത്വത്തെയും ജയിക്കാനുള്ള ജീവൻ വ്യാപരിക്കുന്നവൻ. ഇത്രയും ജീവനുണ്ട് കർത്താവിൻ്റെ ഉള്ളിൽ. എന്നുവെച്ചാൽ അവനെ കൊന്നാലും അവൻ മരിക്കില്ല, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം. അത്രയും ജീവനുള്ളവൻ ഒട്ടും ജീവനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആ കുഷ്ഠരോഗിയെയും ഒട്ടും ജീവനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഈ സൃഷ്ടിയെയും കാണുമ്പോൾ അവന് മനസ്സലിവാണ് തോന്നുന്നത്.
അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവന് തോന്നുന്ന ആ വികാരമാണ് മനസ്സലിവ്. അവൻ ആ മനസ്സലിവ് തോന്നുന്നു. ആ മനസ്സലിവ് സൃഷ്ടിയോട് മുഴുവനായിട്ടും തോന്നുകയാണ്. എന്നിട്ടാണ് അവൻ ഈ മനുഷ്യനെ തൊടുന്നത്. അവനെ അവൻ്റെ അവസ്ഥകളിൽ നിന്നെല്ലാം സൗഖ്യമാക്കുന്നതെന്ന് മാത്രമല്ല, അവനെ പാപത്തിനും മരണത്തിനും ദ്രവത്വത്തിനും അവൻ്റെ പേര് ആ ജീവപുസ്തകത്തിലില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് വലിച്ച് പുറത്തെടുക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി അവൻ്റെ പേര് സിനഗോഗിലുണ്ടാവും. ഇനി അവൻ്റെ പേര് അവൻ്റെ വീട്ടുകാരുടെ ആ ക്രോണോളജിയിലുണ്ടാവും. ഇനി അവൻ്റെ വീട്ടുകാരുടെ അവകാശങ്ങൾ മുഴുവനും, അവൻ്റെ അച്ഛൻ്റെ അവകാശം മുഴുവനും കിട്ടും. ഇനി അവന് ആലയത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. ഇതേമാതിരി കർത്താവ് ഈ സൃഷ്ടിയെ മുഴുവനും നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കാൻ പോവാണ്. കർത്താവിന് ഈ സൃഷ്ടിയെ കാണുമ്പോൾ അത്രയും സ്നേഹമാണ്. ആ മനുഷ്യൻ്റെ മുഴുവൻ വേദനയും, വേദനിക്കാൻ കഴിയാത്ത ആ വേദനയും കർത്താവിന് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാനും അതിനോട് മനസ്സലിവ് കാണിക്കാനുമായിട്ട് സാധിക്കും. ആ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളെന്ത് പറയും? ഹല്ലേലൂയ. നമ്മൾ പറയും, ഇവർ ഈ ശ്രീരാമനെ കുറിച്ച് കേൾക്കുന്നവർ ശ്രീരാമനെ ജയ് ശ്രീരാം എന്ന് പറയുന്നത് അവനെല്ലാം ഉപേക്ഷിച്ചിട്ട് ശബരിയുടെ ഫലം കഴിച്ചു, പഴങ്ങൾ കഴിച്ചു എന്ന് മാത്രമല്ല രാവണനെ കൊന്നു, അനീതിക്ക് മേൽ ജയം നടപ്പാക്കി തിരിച്ചു വന്ന് രാജാവായി. ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ അവർ ജയ് ശ്രീരാമെന്ന് വിളിക്കുന്നെങ്കിൽ ഈ കർത്താവ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് പിതാവിൻ്റെ വലതുഭാഗത്തുള്ള എല്ലാ നാമത്തിലും എല്ലാ നാമം വഹിക്കുന്ന അവസ്ഥ വിട്ടിട്ട് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അവർക്ക് വേണ്ടി ഏറ്റവും നീചമായ മരണം സ്വീകരിച്ച് അവരുടെ മരണത്തെയും ദ്രവത്വത്തെയും ഏറ്റെടുത്ത് അതിനെ ജയിച്ച് ഈ സൃഷ്ടിയെ മുഴുവൻ അവൻ പുതുക്കാനും വീണ്ടെടുക്കാനുമായിട്ട് ചെയ്തിരിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്താ വരേണ്ടത്? ആ വാക്കാണ് ഹല്ലേലൂയ. ഹേൽ യഹോവ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം, യേശുവിനെ സ്തുതി. അവർ ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഈ ഭൗമികമായ ഒരു രാജാവിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. അത് വലിയൊരു മനുഷ്യനാണ് ഈ രാമൻ, ശ്രീരാമൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ജയ മെസ്സി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ, ഹേൽ യഹോവ, യഹോവ എൻ്റെ ഇടയൻ, യേശു ക്രിസ്തു ആണാ നല്ല ഇടയൻ. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. എൻ്റെ കർത്താവ് ആരാണ്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് തുല്യനായിരിക്കുന്ന അവസ്ഥ വിട്ടിട്ട് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി ആ മരണം, അതൊരു ക്രിമിനലിനെ പോലെ ക്രൂശില മരണം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് വരേണ്ട കാര്യമാണ് ഹല്ലേലൂയ, ഹേൽ യഹോവ. ദൈവം നിങ്ങളെ എന്നെ അത്രയും സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം അവനെ അങ്ങനെ അവൻ ദാസരൂപം എടുത്ത് അവനെ തന്നെ എളിമപ്പെടുത്തിയതുകൊണ്ട്, അവനെ തന്നെ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. യേശു ക്രിസ്തു എല്ലാ നാമത്തിനും മേലായ നാമം അവന് കൊടുത്തു. അവൻ്റെ വലതു ഭാഗത്ത്, പിതാവിൻ്റെ വലതു ഭാഗത്ത് കൊണ്ടുവന്നിരുത്തി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് ഞാനീ പറയാം. ആ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവിനെക്കുറിച്ച്, ഇനി മടങ്ങി വരാൻ പോകുന്ന കർത്താവിനെക്കുറിച്ച്, സകലത്തെയും പുതുക്കാൻ പോകുന്ന കർത്താവിനെക്കുറിച്ച് നമ്മുടെ കണ്ണുനീരും ബുദ്ധിമുട്ടും പ്രയാസവും എന്നേക്കുമായി നീക്കി നമുക്ക് ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ദ്രവിക്കാത്ത, ഒരിക്കലും പാപത്തിന് അധീനപ്പെടാത്ത ശരീരങ്ങൾ തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും, നമ്മുടെ ഹൃദയത്തിൽ നിന്നും, നമ്മുടെ മനസ്സിൽ നിന്നും വരേണ്ട കാര്യം എന്താണ്? ഹല്ലേലൂയ.
യേശുവിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഇതൊരു